പഞ്ചായത്ത്. അതെ, ഇതെന്താ സംഭവം എന്താണ്? എടാ ഇത് നമ്മളെ പഞ്ചായത്ത് വക മാവും തൈ കൊടുക്കണ്ട, അത് വാങ്ങാൻ പോയതേ. ആണോ? നാളേക്ക് ഇത് ഉണ്ടാവോ? നാളേക്ക് ഇത് ഉണ്ടാവുമോന്ന് അറിയില്ല. കൊണ്ടുപോയി കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു 5-6 കൊല്ലം കൊണ്ട് വാങ്ങാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. മനസ്സിലായില്ലേ? ഫലം നോക്കാതെ ചെയ്തിരിക്കും. കാര്യമുള്ള കാര്യത്തിന് ഞാൻ ഈ പാഞ്ഞ് നടക്കണേ. ചേട്ടാ ഒരു 30 ലക്ഷം ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അനക്കൊക്കെ പുളിക്കുക. ഞാൻ ഇതൊരു പണിക്ക് പോവില്ല. അല്ലെങ്കിൽ ഒന്നും പണിക്ക് പോകാൻ നായ്ക്കൊരു പണിയില്ല, നായ്ക്ക് ഇരിക്കാൻ നേരമില്ല. നല്ല മൂത്തല്ലേ? ഇന്ന് അമാവാസിയാ തോന്നുന്നു. ഭ്രാന്തനാണെങ്കിലോ സത്യം പറയുള്ളൂ. എന്ത്? നായ്ക്ക് ഒരു പണിയില്ല, നായ്ക്ക് ഇരിക്കാൻ നേരമില്ല. പിന്നെ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ഇന്റെ കാര്യമായ നിരീക്ഷണം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ വിവിധ ജയിലുകളായിട്ട് ഒരു 15 ആൾക്കാരൊപ്പം തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടുണ്ട്. അതിലൊന്നും നിങ്ങളാ? വരുന്ന കാര്യം വെച്ച് നോക്കുമ്പോ ചാണം തന്നെ അടക്കണം. എന്നിട്ട് എന്തെത്ര നേരം വൈകിയേ? ആര്യക്ക് തീരെ സുഖമില്ലാന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് ഗുളിക വാങ്ങിക്കൊടുത്ത് വിക്സ് പൊട്ടിക്കൊടുത്ത് എന്തിന് കാല് വരെ തിരുമ്മി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവന്റെ ഭാര്യക്ക് ഒന്നും സൂക്കടാ. എന്റെ ഭാര്യക്കല്ലാന്ന്, നിങ്ങളെ ഭാര്യക്ക്. ഞാൻ മോനായി ഈ കണ്ട ശരിക്കും ഭ്രാന്തായി. നമ്മുടെ എല്ലാവർക്കും അറിയാം. ദിവസം ഒരു 10-200 കോഴിക്കളെങ്കിലും കൊല്ലും. ചോര കണ്ട കൈ വർക്കില്ലല്ലോ, നോക്കി വർക്കില്ല. നല്ല പറയാണല്ലോ. അല്ലാതെ അടിക്കാത്തതിന്റെ അതായത് നിങ്ങളെ കൊല്ലാൻ ഇനി ഏതാനും സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. അവസാനം ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അല്ല, ഓനിപ്പോ ചാവണ്ടെന്നാണെങ്കിലും ആഗ്രഹം.